പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൃപേഷിനും ശരത്ലാലിനും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കല്യോട്ട് ഗ്രാമം. തെളിവുകളും സാക്ഷികളും കോടതിയിൽ എത്തിയെന്നതിന്റെ ആത്മവിശ്വാസം കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ഇനിയെങ്കിലും മേഖലയിൽ സമാധാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേസിൽ നാളെ വിധിയുണ്ട്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിനു ശേഷം നിരവധി അക്രമ സംഭവങ്ങളാണ് പെരിയ, കല്യോട്ട് ഭാഗങ്ങളിൽ അരങ്ങേറിയത്. ചെറുപ്പക്കാരുൾപ്പെടെ നിരവധി പേർ ഇരുഭാഗങ്ങളിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. 5 വർഷത്തിനിപ്പുറം കൊലപാതക കേസിൽ വിധി വരാനിരിക്കെ CBI കോടതിയിലാണ് കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മുഴുവൻ. ഇന്ന് കേരളം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കല്യോട്ട് പ്രദേശവും കാസർഗോഡ് ജില്ലയും ലോകത്തിലെ മലയാളികളും പ്രതീക്ഷിക്കുന്ന ഒരു വിധിയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ള കാര്യത്തിൽ 24 പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ ഇതിനകത്ത് ലഭിക്കാവുന്ന രീതിയിലുള്ള തെളിവുകളും അതിൻ്റെ സാക്ഷികളെയൊക്കെ ഇതിനകത്ത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കേരളം പ്രതീക്ഷിക്കുന്ന, ഒരു കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടെന്നാണ് വിമർശനം. സുപ്രീം കോടതി ഇടപെട്ടതാണ് കേസിൽ വഴിത്തിരിവായതെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും ശക്തമായ ഒരു വിധി തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഈ കേസിനകത്ത്, ഇതിനകത്ത് കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് വധശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ട്. ഒപ്പം ബാക്കിയുള്ള പ്രതികൾക്ക് അവരുമായി ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കൊച്ചി CBI കോടതി കേസിൽ നാളെ വിധി പറയാനിരിക്കെ സംയമനം പാലിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 കാസർഗോഡ്.